ഹലോ നമസ്കാരം, എല്ലാവർക്കും ഫിലിമി മലയാളിയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2010 പുറത്തിറങ്ങിയ 7 Days ആണ്. പേര് പോലെ തന്നെ 7 ദിവസം കൊണ്ട് തൻ്റെ മകളെ കൊന്നവനെ ഇഞ്ചായിട്ട് നരകിപ്പിച്ച് ഇല്ലാതാക്കുന്ന ഒരു അച്ഛൻ്റെ കഥയാണ്. അപ്പോൾ വേഗം നമുക്ക് മൂവിയിലോട്ട് കിടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിങ് സീനിൽ ഒരാൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഒരു പയ്യൻ സൂപ്പർ മാർക്കറ്റിൽ കയറി വന്ന് ഗണ്ണും കാണിച്ച് അവിടെയുള്ള ഓണറിനോട് പൈസ ചോദിക്കാം. പക്ഷെ അവൾ കൊടുക്കില്ല. അതേസമയം അവിടേക്ക് മറ്റൊരു കസ്റ്റമർ വരും. ഇപ്പോൾ അവൾക്ക് നേരെ ഗണ്ണ് ചൂണ്ടി വീണ്ടും ഓണർ ലേഡിയോട് പൈസ ചോദിക്കും. അപ്പോഴും അവൾ കൊടുക്കില്ല. ഇതോടെ അവിടേക്ക് വന്ന കസ്റ്റമറിന്റെ കഥ അങ്ങ് തീർക്കും. ഇത് സിനിമയല്ല, ഒറിജിനലായിട്ട് സൂപ്പർ മാർക്കറ്റിൽ നടന്ന സംഭവം. പിന്നെ വീഡിയോ കാണുന്ന ആള് അയാളൊരു പോലീസ് ഓഫീസറാണ്. അയാളുടെ ഭാര്യയാണ് പയ്യൻ വെടിവെച്ച് കൊന്നത്. സംഭവം നടന്നിട്ട് 6 മാസമായി. ഈ സംഭവം മറക്കാൻ അയാളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് വീണ്ടും ആ വീഡിയോയിലൂടെ അയാളുടെ ഭാര്യയെ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ കട്ട് ചെയ്താൽ ഇതാണ് നമ്മുടെ ഹീറോ ബ്രൂണോ. ഇവനൊരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ്. ഇതാണ് അവൻ്റെ ഫാമിലി, സന്തുഷ്ട കുടുംബം. മകളുടെ ബർത്ത്ഡേ വരുന്നത്. അപ്പാ, ഈ വരുന്ന എൻ്റെ ബർത്ത്ഡേക്ക് എന്ത് ഗിഫ്റ്റ് തരാനാണ് പോകുന്നത്? ഈ പ്രാവശ്യം നമുക്കൊരു ട്രിപ്പ് പോകാം, ഓക്കെ? ഇത്രയും പറഞ്ഞ് അവൾക്കൊരു ഉമ്മയും കൊടുത്ത് അവളെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു. അവളും അത് കേട്ട് സന്തോഷത്തോടെ നടന്നു പോകും. നെക്സ്റ്റ് സീനിൽ ഒരു പയ്യൻ നമ്മുടെ ഡോക്ടറുടെ വീട്ടിലേക്ക് വരും. അങ്കിൾ, ഇന്ന് എന്താ ജാസ്മിൻ ക്ലാസ്സിൽ വരാതിരുന്നേ? മിസ്സും അവളെ അന്വേഷിച്ചു. എന്തു പറ്റി അവൾക്ക്? വളരെ സന്തോഷത്തോടെ രാവിലെ ക്ലാസ്സിൽ പോയ കൊച്ചാ. ക്ലാസ്സിൽ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അവൾ ഇവിടെ പോയി. ഡോക്ടർക്കും വൈഫിനും ആകെ ടെൻഷനാകും. രണ്ടുപേരും വേഗം സ്കൂളിൽ പോയി മകളെ പറ്റി അന്വേഷിക്കും. ശേഷം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റും കൊടുക്കും. പോലീസും ഇവരടുത്ത് നിന്ന് മകളെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞ് ഞങ്ങൾ അന്വേഷിക്കാം, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോന്ന് പറയും. രണ്ടുപേരും ആകെ മൂഡ് ഓഫായി തിരിച്ചു വീട്ടിലേക്ക് വരും. 2 ദിവസത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വരും. ഒരു സ്ഥലം പറഞ്ഞ് എത്രയും പെട്ടെന്ന് അവിടേക്ക് വരണമെന്നും പറഞ്ഞ്. ഉടനടി ഹീറോ അവിടേക്ക് പോകും. അതൊരു കാട്ടുപ്രദേശമാണ്. അവിടെ ഒരു മൊന്തക്കാട്ടിൽ കയ്യും കാലെല്ലാം കെട്ടി ആരോ അയാളുടെ മകളെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊന്നിട്ടിരിക്കുക. രക്തത്തിൽ കുളിച്ചെടുക്കുന്ന മകളെ കണ്ട് അയാൾ പൊട്ടിക്കരയും. ഇപ്പുറത്തെ മകളെ കാത്ത അമ്മ ഇരിക്കുക. തങ്ങൾ ഇത്രയും ഓമനിച്ച് വളർത്തിയ മകൾ ഇനിയില്ലെന്ന സത്യമാലോചിച്ച് രണ്ടുപേരും കരയും. ആകെ ഒരു ശോകമായിരിക്കും. അങ്ങനെ ഇരിക്കെ ഈ കുട്ടിയെ റേപ്പ് ചെയ്ത് കൊന്നവനെ പോലീസ് പിടിക്കും. അവന് കോടതി വധശിക്ഷ തന്നെ വിധിക്കും. പക്ഷെ വിധി കേട്ട് വരുന്ന അവന്റെ മുഖത്ത് ചിരിയല്ലാതെ മറ്റൊരു കുറ്റബോധവും ഇല്ല. ഇത് ടിവിയിലൂടെ കണ്ട ഹീറോയ്ക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരിക്കും ആ കാഴ്ച. അടുത്ത നാള് ഡ്യൂട്ടിക്ക് പോകണമെന്ന് പറഞ്ഞ് ഹീറോ വീട്ടിൽ നിന്നിറങ്ങും. അങ്ങനെ ഹീറോ കാർ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാം. എന്നാൽ പെട്ടെന്ന് എന്നും പോകുന്ന വഴിയിലൂടെ പോകാതെ കൊടുങ്കാട്ടിലേക്ക് പോകുന്ന വഴിയിലേക്ക് ഹീറോ വണ്ടി ഓടിച്ചു കയറ്റും. അവിടെ ഒറ്റപ്പെട്ട ഒരു വീടുണ്ട്. അതിന്റെ ജനല പൊട്ടിച്ച് വീടിന്റെ വാതിൽ തുറന്ന് അകത്ത് കയറി. അവിടെ കറണ്ടും വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വീടിനോട് ചേർന്ന് ഒരു തടാകവും ഉണ്ട്. ഹീറോ എന്തൊക്കെയോ മനസ്സിലെ കണക്ക് കൂട്ടിയതുപോലെ തിരിച്ചു വീട്ടിലെത്തിയ ഹീറോയോട് ഇത്രയും നേരം എവിടെയായിരുന്നെന്ന് ഭാര്യ കേൾക്കും. ഞാൻ ഡ്യൂട്ടിക്ക് പോയി. നീ ഇവിടെ നിന്ന് പോയതിനു ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. നീ അവിടെ എത്തിയിട്ടില്ലെന്ന് പറഞ്ഞേ. നിന്റെ മനസ്സിൽ എന്തെങ്കിലും തെറ്റായ ചിന്തയുണ്ടെങ്കിൽ വേണ്ട. അവന് തക്കതായ ശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ട്. അയാൾ ഒന്നും വേണ്ടില്ല. അടുത്ത നാൾ ആ ഏരിയയിലുള്ള കള്ളന്മാരുടെ അടുത്ത് പോയി അവരുടെ കയ്യിൽ നിന്നും അവന് വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ മേടിക്കും. ഒപ്പം ഒരു ലാപ്ടോപ്പും. അടുത്ത ദിവസം ഇവൻ കാർ ഓടിച്ചു പോകുമ്പോൾ ഇവന്റെ ഫ്രണ്ടിൽ ഒരു പോലീസ് വണ്ടി പോകുന്നുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ പോകുന്നത്. അതായത് ഡ്രൈവർക്ക് നെഞ്ചുവേദന വന്നതാ കാരണം. ഒരു വിധന വണ്ടി സൈഡിലേക്ക് നിർത്തി. അതേസമയം ഹീറോ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് കാറിന്റെ വിൻഡോയുടെ അവിടെ വന്ന്, ഞാനൊരു ഡോക്ടറാ, ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാമെന്നും പറഞ്ഞേ ഡ്രൈവറെ വണ്ടിയിൽ നിന്ന് ഇറക്കി റോഡിന്റെ സൈഡിൽ കൊണ്ടുപോയി ഇരുത്തി. പിന്നാലെ പോലീസുകാരെ പറ്റിച്ച് ആ വണ്ടി എടുത്ത് അവിടുന്ന് എസ്കേപ്പ് ആകും. പോലീസുകാർ വണ്ടിക്ക് നേരെ ഷൂട്ട് ചെയ്യും. പക്ഷെ ഒന്നും സംഭവിക്കില്ല. ഡോക്ടർ വണ്ടി നേരെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി. ശേഷം ഇറങ്ങി വന്ന് വണ്ടിയുടെ പുറകിലെ വാതിൽ തുറന്ന് അകത്ത് കയറി. അതിൽ കിടക്കുന്ന കുറ്റവാളി മറ്റാരുമല്ല, ഇവന്റെ മോളെ കൊന്നവനാ. ഉടനെ അവന് ഇഞ്ചക്ഷൻ കൊടുത്ത് മയക്കി. അതേസമയം ഡോക്ടറിന്റെ വീട്ടിൽ പോലീസുകാർ എത്തിയിട്ടുണ്ടാകും. അയാളുടെ ഭാര്യ എടുത്തിട്ട് കുടയും. പക്ഷെ അവൾക്ക് ഇതേപ്പറ്റി കാര്യമായിട്ട് അറിവില്ലെന്ന് പോലീസുകാർക്ക് തന്നെ ബോധ്യമാകും. നമ്മുടെ ഹീറോ ബ്രൂണോ ഇപ്പൊ വില്ലനെ കൊണ്ട് അയാൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന വീട്ടിലേക്ക് എത്തും. മയക്കത്തിൽ നിന്ന് കണ്ണു തുറന്ന വില്ലൻ കാണുന്നത് ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാതെ തന്നെ ഒരു സ്ട്രക്ചറിൽ കെട്ടിപ്പൂട്ടി കിടത്തിരിക്കുന്ന. ഞാനിപ്പോ എവിടെയാ? ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നേ? അതേ നേരം തൊട്ടടുത്തിരിക്കുന്ന ഹീറോ അവന്റെ അടുത്തോട്ട് നടന്നു വരും. അവനെ കണ്ടതും, ഞാൻ നിങ്ങളുടെ മകള് ഒന്നും ചെയ്തിട്ടില്ല, എന്നെ വെറുതെ വിട് പ്ലീസ്. ഇത് കേട്ടതും ദേഷ്യം വന്ന ഹീറോ അവിടെ ഇരിക്കുന്ന ചുറ്റിക എടുത്തു കൊണ്ടുവന്ന് അവന്റെ കാൽമുട്ട് നോക്കി ഒറ്റപ്പെട. ഇതോടെ 500ന്റെ ബൾബ് അവന്റെ കാലിൽ കത്തും. ശേഷം അവനെ കെട്ടി തൂക്കിയിടും. അവന്റെ ഒരു കാലിൽ 500ന്റെ ബൾബ് കത്തിക്കിടക്കാണല്ലോ. അതിനാൽ തന്നെ അവന് ശരിക്കൊന്നും നിൽക്കാൻ പോലും പറ്റുന്നില്ല. കാല് വേദനിച്ച് അവൻ കരയാൻ തുടങ്ങി.
അവന്റെ കരച്ചിൽ കേട്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് വെള്ളടിച്ചിരിക്കുക ഹീറോ. അടുത്ത ദിവസം കാലത്ത് പോലീസുകാർ ഹീറോ പോയ വഴിയിലെ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഇതുവരെയും ഹീറോ എവിടെ പോയെന്ന് പോലീസുകാർക്ക് കണ്ടെത്താനായിട്ടില്ല. ഇവിടെ വില്ലൻ വേദന കൊണ്ട് മയങ്ങിക്കിടക്കാം. അതേ നേരം ഹീറോ അവന്റെ മുഖത്തൊന്നും മുള്ളും. ഒപ്പം കാൽമുട്ടില് ഷൂ വിട്ട് ചവിട്ടും. വേദന കൊണ്ട് പൊളഞ്ഞ അയാൾ കരയാൻ തുടങ്ങി. ഇതൊക്കെ കഴിഞ്ഞ് ഹീറോ പുറത്തിറങ്ങി. അവിടെ ഒരു മാൻ ചത്ത് കിടപ്പുണ്ട്. ഇത് കണ്ടതും അവന് മകള് മരിച്ചു കിടന്ന ഓർമ്മ വരിക. ശേഷം അവൻ വീട്ടിൽ പോയി വില്ലിന് ഭക്ഷണം വെച്ചു കൊടുത്ത് ഭാര്യയെ വിളിക്കും. ഇവനിപ്പോൾ ഭാര്യയെ വിളിച്ച് സംസാരിക്കുന്നത് അപ്പുറത്ത് പോലീസുകാർ ഫോണിൽ കേട്ടുകൊണ്ടിരിക്കാം. ദയവ് ചെയ്ത് നീ അവനെ പോലീസിന് തിരിച്ചേൽപ്പിക്കേ. അവനെ നീ കൊന്ന നമ്മുടെ മോള് തിരിച്ചു വരൂ. നീ അവനെ വെറുതെ വിട്. നീ വീട്ടിലേക്ക് വാ. പക്ഷെ അവൻ ഇതൊന്നും കേട്ട് പിന്മാറുന്നു തോന്നുന്നില്ല. ഫോൺ കട്ട് ചെയ്ത് അവന്റെ കയ്യിലുള്ള വലിയൊരു ഗണ്ണും എടുത്ത് വില്ലനെ ഷൂട്ട് ചെയ്യാൻ പോകും. പിന്നെ അവൻ എന്ത് തോന്നിയെന്നറിയില്ല. അവിടെ ചുമരിൽ ഷൂട്ട് ചെയ്ത് പുറത്തു പോകും. അവിടെ പുറത്ത് മാൻ ചത്ത് കിടക്കുന്നുണ്ടല്ലോ. അതിനെ കാണുമ്പോൾ തന്റെ മകളെ ഓർമ്മ വരുന്നതിനാല് ഹീറോ കുറച്ച് വിറകെടുത്ത് അതിന്റെ മുകളിലേക്ക് വെച്ച് അതിനെ മറയ്ക്കും. അടുത്ത നാള് പോലീസ് ഇവന് ആവശ്യമായ ഇൻസ്ട്രുമെന്റ്സ് കൊടുത്ത് സഹായിച്ച കള്ളന്മാരില്ലേ, അവരെ തേടി പോകും. അതിലൊരുത്തിനെ പിടിച്ച് തലങ്ങും വിലങ്ങും ക്വസ്റ്റ്യൻ ചെയ്യും. എന്നാൽ ഇവന്മാർക്കൊന്നും ഇതിൽ വലിയ റോളില്ലെന്ന് മനസ്സിലാക്കിയ പോലീസ് അവരെ വെറുതെ വിടും. ഇവിടെ ഹീറോ ഓരോ ദിവസം ഓരോരോ ശിക്ഷയാണ് വില്ലന് കൊടുക്കുന്നത്. ഇന്ന് ഹീറോ കയ്യിലുള്ള വലിയൊരു ചങ്ങല വെച്ച് അവന് വീശി അടിക്കും. വേദന കൊണ്ട് വാ വിട്ട് അവൻ കരയും. അത്രയും ദിവസം താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ വില്ലൻ അന്ന് ആ അടിയിൽ താൻ ചെയ്ത എല്ലാ കുറ്റവും ഹീറോയുടെ അടുത്ത് ഏറ്റു പറയും. അവന്റെ വായിൽ നിന്ന് സത്യം കേട്ടതും ഹീറോ ദേഷ്യത്തിൽ വീണ്ടും അവനെ ആഞ്ഞടിക്കും. അവിടെ പോലീസെ ഹീറോയെ കണ്ടുപിടിക്കാനുള്ള പദ്ധതി ഡിസ്കഷൻ ചെയ്യാം. എന്തായാലും ഡോക്ടർ അധികം ദൂരം പോകാൻ ചാൻസ് ഇല്ല. അതിനാൽ ഈ ചുറ്റുവട്ടത്തിലുള്ള ആളുകളില്ലാത്ത കെട്ടിടങ്ങളും വീടുകളും, പ്രത്യേകിച്ച് കാട്ടിലുള്ള വീടുകളും എല്ലാം സെർച്ച് ചെയ്യണം. അയാളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഇപ്പൊ കിട്ടിയ അടിയോടുകൂടി വില്ലൻ ആകെ തളർന്നു പോകും. ഉടനെ ഹീറോ കയ്യിൽ കരുതി വെച്ചിരിക്കുന്ന ഡ്രിപ്സും മെഡിസിനും എല്ലാം വില്ലൻ അപ്ലൈ ചെയ്യും. നമ്മുടെ ആൾക്ക് വില്ലനെ കുറച്ച് ആരോഗ്യം വെപ്പിച്ച് അടുത്ത ഘട്ടത്തിലോട്ട് കിടക്കാനാണെന്ന് തോന്നുന്നു. ഇപ്പൊ പുറത്തിറങ്ങിയ ഹീറോ അവിടെ വിറക് കൊണ്ട് മൂടി വെച്ചിരിക്കുന്ന മാനില്ലേ, അതിനെ ഇനി കണ്ണിൽ കാണരുതെന്നും വിചാരിച്ച് ചത്ത മാനിനെ അവിടുന്ന് കൊണ്ടുപോയി തടാകത്തിൽ കൊണ്ടിടും. അന്ന് വൈകിട്ട് ടിവിയിൽ ഹീറോയുടെ ഭാര്യയെ കാണിക്കും. അവൾ ഇവനെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഇത് കേട്ട് ദേഷ്യം വന്ന ഹീറോ നേരെ വില്ലന്റെ അടുത്ത് പോയി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. ഇവനെ കണ്ട് പേടിച്ച് വില്ലൻ പൊട്ടിക്കരയും. അതൊന്നും ഇവൻ മൈൻഡ് ചെയ്യില്ല. മയക്കിക്കിടത്തി അവന്റെ വയറങ്ങ് കീറി അതിന്റെ ഏതോ പാർട്സ് എല്ലാം എടുത്തു മാറ്റി. ശേഷം അവൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി. അവൻ അവന്റെ തന്നെ മേലുള്ള ദേഷ്യം കൊണ്ട് കൈ ചുമലിടിച്ചു തീർക്കും. മകളെ കൊന്ന അവന്റെ മേൽ ഇവന് ഭയങ്കര ദേഷ്യമുണ്ട്, കൊല്ലാനുള്ള ദേഷ്യം. എന്നാൽ അവന് മനസ്സുകൊണ്ട് വില്ലനെ കൊല്ലാനും സാധിക്കുന്നില്ല. അതുകൊണ്ട് അവൻ അവന്റെ മേൽ തന്നെ ദേഷ്യം വരും. തിരിച്ച് വീണ്ടും വില്ലന്റെ അടുത്തെത്തി അവന് ഡ്രിപ്സ് കയറ്റി കൊടുക്കും. അതേസമയം തന്നെ എന്തായാലും അയാൾ കൊല്ലാൻ പോകാമെന്ന് മനസ്സിലാക്കി വില്ലൻ ബ്രൂണോയെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിൽ അവന്റെ മകളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കും. ഇത് കേട്ട് ടെൻഷനായ ലെവൻ അവന്റെ വാ പൊത്തി അവനെ കൊല്ലാൻ നോക്കും. അവസാനം ഹീറോ സ്വയം അവന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് അവിടുന്ന് എഴുന്നേറ്റ് പോകും. ശേഷം പോലീസുകാരനെ ഫോൺ വിളിക്കും. ഈ പോലീസുകാരൻ മറ്റാരുമല്ല, സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ലേഡിയെ സൂപ്പർ മാർക്കറ്റിൽ ഷൂട്ട് ചെയ്ത് കൊന്നില്ലേ, അവളുടെ ഹസ്ബൻഡാ. സർ, നിങ്ങളുടെ ഭാര്യയെ ഷൂട്ട് ചെയ്ത് കൊന്നവനെ നിങ്ങൾ എന്താ ചെയ്തത്? അവന് നിയമത്തിന് വിട്ടുകൊടുത്തു. അവനെ നിങ്ങൾക്ക് കൊല്ലണമെന്ന് തോന്നിയിട്ടില്ലേ? നീ പറഞ്ഞത് ശരിയാ, അവനെ കൊല്ലണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നിയമത്തിന് ഞാൻ അവനെ വിട്ടുകൊടുത്തു. കോടതി കൃത്യമായ ശിക്ഷ തന്നെ അവന് കൊടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ തൃപ്തനാണ്. ഇപ്പൊ ഹീറോ പോലീസിനെ കോൺടാക്ട് ചെയ്ത അതേ സമയം ഹീറോ നിൽക്കുന്ന ലൊക്കേഷൻ അവർ കണ്ടുപിടിക്കും. അത് നമ്മുടെ ഡോക്ടർക്കും മനസ്സിലായിട്ടുണ്ടാവും. തന്നെ തേടി അവരവിടെ എന്തായാലും എത്തുന്ന ഉറപ്പുള്ളതുകൊണ്ട് ആ ഫോൺ അവിടെ ഇട്ട് കാറിൽ അവിടുന്ന് എസ്കേപ്പ് ആകും. അതേസമയം പോലീസുകാർ ആ ലൊക്കേഷനിൽ എത്തിച്ചേരും. ഡോക്ടർ അവിടെ നിന്ന് പോയത് ഒരു പെട്രോൾ പമ്പിലേക്കാണ്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ കയറും. അവിടെയുള്ള ഓണർ ലേഡി ദിവസം ടിവിയിൽ ഇവന്റെ പിക്കാണല്ലോ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഹീറോയെ തിരിച്ചറിയും. അവൾക്ക് തന്നെ മനസ്സിലായെന്ന കാര്യം ഹീറോയ്ക്കും പിടികിട്ടും. ഇപ്പൊ സാധനങ്ങളെല്ലാം എടുത്ത് ബില്ലടിക്കാൻ അവളുടെ അടുത്ത് ചെല്ലും. അവൾ ഹീറോയെ പോലീസിന് ഒറ്റുകൊടുക്കുമെന്ന് വിചാരിച്ചാൽ തെറ്റി. അവൾ അവന്റെ അടുത്ത് താൻ ചെയ്ത് ഏതൊരു അച്ഛൻ ചെയ്യുന്ന കാര്യം നന്നായി എന്ന് പറഞ്ഞ് അവൻ അങ്ങ് സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ ഹീറോ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ ഒരുപാട് പേര് ഹീറോയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ലേഡി, ഞാനും ആ ഡോക്ടറെ പോലെ ഇതേ സിറ്റുവേഷനിലൂടെ കടന്നു പോയാളാ, പക്ഷേ ഞാൻ ഒരിക്കലും ഒരാളെയും കൊല്ലാൻ പോയില്ല. അയാൾ നിയമത്തിന് വിട്ടുകൊടുത്തു. അതിനാണല്ലോ പോലീസും കോടതിയൊക്കെ. ഇവന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ച അവളെ ഡോക്ടർ നല്ല പോലെ വാച്ച് ചെയ്യും. അന്ന് നൈറ്റ് തന്നെ അവളുടെ വീട്ടിൽ പോയി അവളങ്ങ് പൊക്കും. ഇപ്പൊ മയക്കത്തിൽ നിന്നേറ്റ അവള്, ഞാനിത് എവിടെയാ, നിങ്ങൾ എന്തിനാ എന്നെ പിടിച്ചുകൊണ്ടുവന്നേ എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കേൾക്കും. നീ എന്താ പറഞ്ഞത്? ഞാൻ ചെയ്ത് ശരിയില്ലെന്ന്. നീയാണെങ്കിൽ ഇതൊന്നും ചെയ്യില്ലെന്ന്. നിനക്ക് ഞാനൊരു ചാൻസ് തരാം.
നിനക്ക് അവനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവൻ ഇവിടെ തന്നെയുണ്ട്, വാ വാ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് അവനെ കിടത്തിരിക്കുന്ന മുറിയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകും. അവൻ ആകെ രക്തത്തിൽ കുളിച്ച കിടക്കുന്നത്. ഞാനൊന്നും ചെയ്യില്ല, എന്നെ വെറുതെ വിടുമെന്നും പറഞ്ഞ് അവൾ കരയും. പക്ഷെ അവൻ വിടില്ല. അവൻ അവളുടെ കയ്യിൽ വലിയൊരു ചുറ്റിക കൊടുത്ത് അവനെ അടിക്കുമെന്നും പറഞ്ഞ് അവളെ ആ മുറിയിലിരുത്തി കഥ കടയ്ക്കും. കുറച്ചു നേരം കഴിഞ്ഞ് ഹീറോ ആ മുറിയിലേക്ക് വന്നാൽ അവൾ ഒരു വശത്ത് തനിയെയിരിക്കുന്നു. അവൾ അവനെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നീ എന്താ അവനെ കൊല്ലാതിരുന്നത്? എന്നെക്കൊണ്ട് അവനെ കൊല്ലാൻ സാധിക്കില്ല, അവനുള്ള ശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ജനലിലൂടെ ഇത് ഏതാ സ്ഥലമെന്ന് അവൾ വാച്ച് ചെയ്യും. ഇത് മനസ്സിലാക്കിയ ഹീറോ പട്ടേന്ന് അവൾക്കൊന്ന് പൊട്ടിക്കും. ഇതോടെ അവൾ മയങ്ങി വിടും. ഉടനെ അവളെ കാറിൽ കയറ്റി മറ്റൊരിടത്ത് കൊണ്ടുപോയി വിട്ടു. അവൻ അവിടുന്ന് പോകും. കുറച്ചു ദൂരം പോയതിനു ശേഷം വിജനമായ സ്ഥലത്ത് വണ്ടി നിർത്തി അവൻ നടക്കാൻ ആരംഭിക്കും. ഇപ്പുറത്ത് ബോധം വന്ന ലേഡി വരുന്ന വണ്ടിക്ക് കൈ കാണിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വച്ചുപിടിക്കും. നടന്ന സംഭവം മറ്റു ഡീറ്റെയിൽസും പോലീസിനെ കൈമാറും. ഹീറോ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇന്നത്തോടുകൂടി 7 ദിവസം അവസാനിക്കാം. തന്റെ ഭാര്യയും തന്റെ അതേ അനുഭവമുള്ള ആ ലേഡിയും അയാളെ കൊല്ലണമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ താനൊരു ഡോക്ടറായി 4 പേരുടെ ജീവൻ രക്ഷിക്കേണ്ട ആളായിട്ട് ക്രൂരമായിട്ട് ഒരാളെ കൊല്ലാൻ നോക്കുന്നു. അവന് അവന്റെ മേൽ തന്നെ പുച്ഛം തോന്നും. ദേഷ്യം വന്ന് അവിടെ കിടന്ന എല്ലാ സാധനങ്ങളും അടിച്ചുപൊട്ടിച്ചു. തൊട്ടപ്പുറത്ത് നമ്മുടെ വില്ലൻ കിടപ്പുണ്ട്. കയ്യിൽ കിട്ടിയ എല്ലാ സാധനങ്ങളും അവൻ പൊട്ടിക്കും. അടുത്ത ദിവസം കാലത്ത് പോലീസ് ഇവനെ തേടി ഇറങ്ങി. വരുന്ന വഴിയിൽ അവന്റെ കാറ് കിടക്കുന്നത് കാണും. അങ്ങനെ ഒരു വിധന അവനെ തേടി അവന്റെ സ്ഥലത്തോട്ട് വരും. അതേസമയം രാവിലെ ഉറക്കത്തിൽ നിന്നേറ്റ ഹീറോ അപ്പത്തൊട്ട് വെള്ളമടിച്ച് അങ്ങോട്ടിങ്ങോട്ട് നടക്കാം. ലക്ക് കെട്ട ആ നടപ്പിൽ അവന്റെ മകളെ അവന്റെ കണ്ണിൽ കാണും. നേരെ മകളെ ബാത്റൂമിൽ കൊണ്ടുപോയി കയ്യിലും കാലിലെല്ലാം കെട്ടഴിച്ച് മുറിവുകളെല്ലാം വൃത്തിയാക്കി കൊടുക്കും. മകളെ കണ്ട് അവൻ തേങ്ങി കരയും. അപ്പനോട് ക്ഷമിക്കും മോളെ. ഈ ടൈമിൽ പോലീസ് അവിടെ എത്തി. അവർ വീടിന് ചുറ്റും വളയും. അതേ നേരം ഹീറോ വില്ലിന്റെ കയ്യിലെ കെട്ടലഴിച്ച് അവന്റെ കയ്യിൽ എപ്പോഴുള്ള ഗണ്ണിലെ അത് വെച്ച് സ്വയം വെടിവെക്കാൻ നോക്കും. ഇതേ സമയം പോലീസ് വന്ന്, മിസ്റ്റർ ബ്രൂണോ, ഈ വീടിനും ചുറ്റി ഞങ്ങളുടെ ടീം വളഞ്ഞു കഴിഞ്ഞു. നിന്നെ കൊണ്ട് ഇനി രക്ഷപ്പെടാൻ സാധിക്കില്ല, എത്രയും പെട്ടെന്ന് കീഴടങ്ങേണ്ടതാ. അവൻ ഇത് കേട്ടപാടെ യാതൊരു ഭാവ വ്യത്യാസമില്ലാതെ നേരെ പുറത്തോട്ട് ഇറങ്ങി വന്നു. പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നീ അവനെ കൊന്നൊന്ന് കേൾക്കും. ഇല്ല, അവൻ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട്. ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കും. ഈ ഡോക്ടറുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? കമന്റ് ബോക്സ് ഫ്രീ ആയിട്ട് കിടക്കണേ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് രേഖപ്പെടുത്തണേ. പിന്നെ പോകുന്ന വഴിയിൽ ബെൽ ബട്ടണിൽ 2 തട്ടും കൊടുത്ത് പറ്റുമെങ്കിൽ ആ സബ്സ്ക്രൈബിൽ ഒരു കുത്തും കൊടുത്ത് പോണേ. ബായ്.